എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആകുമായിരുന്നു, പക്ഷേ മടി കാരണം കൊണ്ട് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടുണ്ടായില്ല. മെയിൻലി സ്റ്റഡീസാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതിലാണ് കൂടുതൽ ക്ലിപ്സും ഉള്ളത്. അപ്പോൾ ഞാനതൊരു സ്റ്റഡി വ്ളോഗ് ആക്കി. ഡേ ഇൻ മൈ ലൈഫ് പോലെ എല്ലാം ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ചെറുതായിട്ട്. ഇന്ന് രാവിലെ ഞാനൊരു 8 o'clock എണീറ്റു. സാധാരണ ഞാൻ ഒരു 9-9:30 ആകുമ്പോഴാണ് എണീക്കുക. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് രാവിലെ നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. എന്താ വെച്ചാൽ ഒരു 2-3 മാസത്തോളം ഞാനിങ്ങനെ ലേറ്റായി എണീറ്റ് പെട്ടെന്ന് ടൈം ചേഞ്ച് ചെയ്ത് എനിക്ക് തലവേദന വരിക അങ്ങനെയൊക്കെ വന്നൊന്ന് വരും. അതുകൊണ്ട് ഞാൻ പതുക്കെ അത് ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ദോശയും ഉള്ളിച്ചമ്മന്തിയായിരുന്നു. എന്നിട്ട് ഞാൻ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്തു. കുറേ കാലമായില്ലോ, പിന്നെ വെറുതെ സാധനങ്ങൾ വയ്ക്കുക അത്ര തന്നെ ഉള്ളൂ. വേറെ ഇരുന്ന് കഴിക്കുകയോ ഇല്ലെങ്കിൽ നോക്കുക ഒന്നും ചെയ്യില്ല, ഡെസ്ക് യൂസ് ചെയ്യണേ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഈ ബുക്ക്, ഇത് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ഇതിലാണ് ഞാൻ മാത്സ് കാൽക്കുലസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ ഡയറി ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ സാധാരണ എഴുതാറ്. പക്ഷേ ഞാൻ കാൽക്കുലസിൻ്റെ ചാപ്റ്റേഴ്സ് കുറച്ച് ലേറ്റായിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ എഴുതിയിട്ട് അതിലത്തെ പേജ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഒരു ചാപ്റ്റർ ഫുള്ള് എഴുതാനുള്ള എന്താ പറയുക പേജ് ഉണ്ടായിരുന്നില്ല അതിൽ. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ബുക്കിൽ എഴുതി. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ശരി കാൽക്കുലസിൻ്റെ എല്ലാം ചാപ്റ്റേഴ്സ് ഇതിൽ എഴുതാമെന്ന്. പിന്നെ ഉള്ളത് അവസാനത്തെ കുട്ടി ചാപ്റ്റേഴ്സ് അല്ല, അതൊക്കെ ഞാൻ മറ്റേ ഡയറിയിൽ തന്നെ എങ്ങനെയൊക്കെയോ തികച്ചു. ഞാൻ ഇവിടെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ടാബൊക്കെ ഓണാക്കി എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ക്ലാസ് അത് ഞാൻ അങ്ങനെ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഡൗട്ട് വരുമ്പോൾ നോക്കാൻ വെച്ചിട്ടാണ്. പക്ഷേ ത്രൂ ഔട്ട് എനിക്ക് നോക്കേണ്ടി വന്നില്ല. ഞാൻ കുറേയൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല, കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ നോട്ട്സ് അപ്പോൾ എൻ്റെ നോട്ട്സ് ഇപ്പോൾ എസ്പെഷ്യലി മാത്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ എനിക്ക് സൂട്ടബിൾ ആവുന്ന പോലെ. ഇപ്പോൾ എനിക്ക് എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ ഞാൻ 2 വട്ടം പഠിച്ചതാണെങ്കിൽ പോലും 3-ാമത്തെ വട്ടം ചിലപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ മറന്നു പോയിണ്ടാവും. ഒന്നും അറിയാത്ത പോലെ ആയിരിക്കും ഞാൻ ഇരിക്കുന്നുണ്ടാവും. എനിക്ക് പൊതുവെ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയണത്. എനിക്ക് ചിലപ്പോൾ ഒക്കെ പ്രത്യേകിച്ച് മാത്സ് ഇത് കാൽക്കുലസ് ആയതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നല്ല ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് അത് കുറേ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ആദ്യത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൈഡിൽ എഴുതി വരെ വെച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് ഞാൻ അവിടേക്ക് വന്നത്, ആരോ ഇട്ടിട്ട് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്ന വിധം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും മലയാളത്തിലൊക്കെ. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടില്ല. പിന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ ചെയ്യും. പിന്നെ ടഫിലേക്ക് അവിടെയും മീഡിയത്തിൽ എത്തുമ്പോഴും ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ചാപ്റ്റർ ഒന്നും ഓർമ്മയില്ല, ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണെങ്കിൽ പോലും ആ നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ചെയ്തു പോയി കഴിഞ്ഞാൽ എനിക്ക് റെഡി ആയിക്കോളും. എനിക്ക് ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെയാണ്. എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ 1 വട്ടം 2 വട്ടം പഠിച്ചാലും ചില ചാപ്റ്റേഴ്സ് എനിക്ക് എൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും പഠിച്ച ഓർമ്മ പോലും ഉണ്ടാവില്ല. ഞാൻ ചാപ്റ്റർ എടുത്ത പോലെ തന്നെ തോന്നുന്നുണ്ടാവില്ല. പക്ഷേ നോട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാറ്. ഈ സ്റ്റഡി വ്ളോഗിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒന്നും ഓർമ്മയില്ല, കുറേ കാലമായി പഠിച്ചിട്ട് ആ ഫ്ലോ ഒക്കെ പോയി. എന്നാലും ആ ബുക്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം നമ്മൾക്ക് എന്താ പറയുക ബൈ ഹാർട്ട് പഠിക്കാനുള്ള ചിലതുണ്ടാവില്ല, അത് പഠിച്ചു. എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് അതേപോലെ എഴുതി പോയി. പിന്നെ എനിക്ക് തന്നെ ചെയ്യാൻ കിട്ടാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ എനിക്ക് ക്ലാസ്സിൻ്റെ ആവശ്യം തന്നെ വന്നില്ല. ടാബ് വെറുതെ ഓണായി കിടക്കുമായിരുന്നു. കുറേ നേരം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പകുതി നേരം വെറുതെ പോയി. എന്താ വെച്ചാൽ മൈക്കിൽ ചാർജ് ഉണ്ടായില്ല, വെറുതെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് എന്താണ്ടായെന്ന് വെച്ചാൽ ഇന്ന് ഫസ്റ്റ് ഡേ അല്ല, അപ്പോൾ കുറച്ചേ ഞാൻ പഠിക്കുന്നുള്ളൂ. പിന്നെ എന്തായാലും ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം നല്ലതല്ല, എന്തെങ്കിലും ചെയ്യണത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ട് ചിലപ്പോൾ ഇതേ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ഞാൻ ഈ ഒരു വീക്ക് മുഴുവൻ പഠിക്കുന്നുണ്ടാവുക. അടുത്ത വീക്ക് ആകുമ്പോഴേക്കും ചിലപ്പോൾ കൂട്ടുന്നുണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇന്നത് ചെയ്യണം അത് ചെയ്യണം അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തോളാം അങ്ങനെ ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുറച്ചായിട്ടൊന്ന് പഠിക്കണമെന്നേ ഉള്ളൂ. ശരിക്കും ഞാൻ ഇന്ന് കാൽക്കുലേഷൻ എടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മറ്റു ബുക്ക് കാണാനില്ല. എൻ്റെ സ്റ്റഡി വ്ളോഗ്സ് കണ്ടവർക്ക് അറിയാം, മുമ്പത്തെ സ്റ്റഡി വ്ളോഗ്സ്. ഈ ബുക്കിൽ ഞാൻ വെറും കാൽക്കുലേഷനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ ബുക്ക് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകണം. ലഞ്ചിന് വെജിറ്റബിൾ റൈസ് എന്തോ ആണ്, അതുണ്ടാക്കണം. അപ്പോൾ വെജിറ്റബിൾ റൈസ് പറഞ്ഞാൽ അതുമല്ല, എന്നാൽ ബിരിയാണിയല്ല, അങ്ങനെ. അപ്പോൾ അതുണ്ടാക്കണം. അപ്പോൾ അതിന് പോവാം. പിന്നെ എൻ്റെ ഫേസ് എന്താ വെച്ചാൽ ഇന്നലെ തലയിൽ വെള്ളം ഒഴിച്ചു, എണ്ണ തേച്ച് വെള്ളം ഒഴിച്ചു, ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കിടന്നു. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാനും പറ്റിയില്ല. എനിക്ക് തലയിൽ വെള്ളം ഒഴിച്ചാൽ രാത്രി ആകുമ്പോഴേക്കും മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം ശരിയാവില്ല. ഞാനങ്ങനെ കിടന്നു, ഉറക്കം ശരിയായില്ല. ഇന്നൊരു സുഖം ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ എണീക്കുമ്പോൾ. എന്നാലും വീഡിയോ എടുക്കാം, സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ എൻ്റെ ഫേസ് എന്തോ പോലെ ഉണ്ടാവും, മുടി അതിലേറെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ
അപ്പോൾ നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ പറയട്ടെ കമൻസിൽ. അപ്പോൾ നിങ്ങൾ കണ്ട ഞാൻ സംസാരിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ പഠിത്തം അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടൊന്നും ഉണ്ടായില്ല. അത് നിർത്തിയ പോലെയൊക്കെയാണ് ഞാൻ പറയുന്നുണ്ടായിരുന്നത്. അത് പഠിത്തത്തിൻ്റെ ഇടയിൽ കുറച്ച് പ്രാന്ത് പിടിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നതാണ്. എൻ്റെ പഠിത്തം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഞാൻ ആ ക്ലിപ്പ് അത് എടുത്തിട്ട് ഞാൻ മുന്നോട്ട് ഇട്ടു കേട്ടോ. പറഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഞാൻ അതിൽ പറഞ്ഞത് എൻഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് അറേഞ്ച് ചെയ്തു വീഡിയോ. എന്നിട്ട് എന്താ, പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബുക്കൊക്കെ ഒന്ന് സെറ്റാക്കി. എൻ്റെ മാത്സ് ടെക്സ്റ്റ് എനിക്ക് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇൻ്റഗ്രേഷൻ്റെ ആ പാർട്ടിൻ്റെ. ടേബിളൊക്കെ സെറ്റാക്കി. എന്നിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോയിട്ടോ. ഒന്ന് ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇത് പീലർ യൂസ് ചെയ്തിട്ട് ക്യാരറ്റ് ഇങ്ങനെ പീൽ ചെയ്യണം. ഞാൻ സാധാരണ കുക്കുമ്പറൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും. ക്യാരറ്റ് ഞാൻ എപ്പോഴും കത്തിയോണ്ടാണ് ചെയ്യാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മുറിഞ്ഞു വീണ്ടും. അതും ഓൾറെഡി ബാൻഡേജ് ഉള്ള ആ കയ്യിൽ തന്നെയാണ് എനിക്കിപ്പോൾ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും. പീലർ ഫസ്റ്റ് ടൈം എന്നല്ല ഞാൻ യൂസ് ചെയ്യണം, മറ്റേതിനൊക്കെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ക്യാരറ്റിന് ഫസ്റ്റ് ടൈമാണ് അതിനുള്ളത് കിട്ടി. ബിരിയാണി റൈസൊക്കെ എടുത്തത് ഇന്ത്യ ഗേറ്റിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ, അതുകൊണ്ട് ഈ റൈസാണ് യൂസ് ചെയ്യുക. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് അത് എൻ്റെ വക തന്നെ ആയിരിക്കും. എന്നിട്ട് ഒരു 3 മണിയൊക്കെ ആ ടൈമിനൊക്കെ അത്യാവശ്യം ചെറിയ വെയിലുണ്ടായിരുന്നു, വലിയ വെയിലില്ല, ചെറിയ വെയിലുണ്ടായിരുന്നു. പിന്നെ ഒരു 4:30 ആയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി, നല്ല കാറ്റടിച്ച് ഇരുട്ടായി, അങ്ങനെ മഴ പെയ്തു. എന്നിട്ടൊരു 7:30 8 മണി തോന്നുന്നു. 8 മണിക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റല്ല കേട്ടോ, മിനി സൂപ്പർ മാർക്കറ്റ്, കുഞ്ഞി സ്റ്റോർ. ഐസ്ക്രീം എടുക്കുന്ന സ്ഥലത്ത് ഞാൻ ആ കൂടി ഭ്രാന്ത് പിടിച്ചിട്ടായിരുന്നു. വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പോർട്രേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയതാണ്. എന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. വെജ് സാൻഡ്വിച്ചിൽ ശരിക്കുമുള്ള നമ്മൾ ജസ്റ്റ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടില്ല, ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കില്ല, അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എനിക്കൊരു പേടി. ഞാൻ ലാസ്റ്റ് ടൈം എഗ്ഗിൻ്റെ ബ്രെഡിൻ്റെ മിക്സ് ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അത് ഞാൻ ചെയ്യുന്നില്ല വിചാരിച്ചു. എന്നിട്ട് വെജ് സാൻഡ്വിച്ച് അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ മയോണീസ്, ക്രീം അങ്ങനത്തെ ഒന്നുമില്ല, അത് നമ്മൾ വാങ്ങാറില്ല, ഹെൽത്തി അല്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ കേർഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ക്രീം പോലെ യൂസ് ചെയ്യും. നല്ല ടേസ്റ്റ് ആയിട്ട്, നല്ല കേർഡ് വേണം, പുളിച്ച ഇതുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ എന്താ പറയുക, ഉള്ളിലുള്ള ഫില്ലിങ്സ് ഇല്ലേ, അത് റെഡിയാക്കി. എന്നിട്ടിപ്പോൾ ബ്രെഡ്, ഇത് ശരിക്കുള്ള സാൻഡ്വിച്ച് ബ്രെഡൊന്നും അല്ല. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്, പെട്ടെന്ന് അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കടയിൽ പോകുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിയത്. ഇതെന്താ വെച്ചാൽ ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ബ്രെഡ് വേഗം പൊടിയില്ല, മറ്റേ സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ പൊടിയില്ല വേഗം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ബ്രെഡ് വെച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, സ്ലൈസസ് ചീസ്. അത് ഞാൻ എന്തിനാണ് വാങ്ങി ചോദിച്ചാൽ എനിക്കറിയില്ല, എന്തിനോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് യൂസ് ആയി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, എൻ്റെ വീട്ടിൽ ബട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ നെയ്യിലാണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്യുക. യൂഷ്വലി ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ നെയ്യ് യൂസ് ചെയ്തു. ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെ കേട്ടോ. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസ് നോക്കിയിട്ടോ യൂട്യൂബിൽ. എന്താ വെച്ചാൽ എനിക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആ ടൈപ്പ് തന്നെ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ എന്നാൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, അതുകൊണ്ട് ഞാനങ്ങനെ കുറേ വീഡിയോസ് കണ്ടു. എല്ലാ വീഡിയോസിലും എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് മിസ്സിങ് ആയിരിക്കും. പിന്നെ മിക്ക വീഡിയോസിലും മയോണീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കണ്ട് എല്ലാത്തിൻ്റെ കൂടി ഞാനൊരു മിക്സാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുമ്പോൾ, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തു. ഇനിയിപ്പോൾ ടൈമൊന്നും എടുക്കില്ല, നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ എന്തായാലും വീണ്ടും ട്രൈ ചെയ്യും. ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് അച്ഛനും നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി വീണ്ടും ട്രൈ ചെയ്യുന്ന സാധനം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം സ്റ്റഡി വ്ളോഗ് ഇടുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി വരുന്നതോറും ശരിയാക്കാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ഡേ ഇൻ മൈ ലൈഫിലൊക്കെ എന്തായാലും സ്റ്റഡീസ് ഉണ്ടാകും. അപ്പോൾ അത് സ്റ്റഡി വ്ളോഗിനോടും കുറച്ച് സിമിലർ ആയിരിക്കും. പിന്നെ ഞാൻ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫും സാധാ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ.